മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും അദ്ദേഹം കേട്ടതായി. അദ്ദേഹം പറയുന്നു, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ഇന്നല്ലാഹ യുദ്നിൽ മുഅ്മിന യൗമൽ ഖിയാമഹ ഹത്താ യദഅ അലൈഹി കൻഫഹു യസ്തുറുഹു മിനൻ നാസ്. നാളെ ഖിയാമത്ത് നാളിൽ ഒരു മുഅ്മിനിന്റെ അടുക്കലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വരും. അവന്റെ മഹത്വത്തിന് യോജിക്കുന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മുഅ്മിനിന്റെ അടുക്കലേക്ക് വരികയാണ്. ഹത്താ യദഅ അലൈഹി കൻഫഹു യസ്തുറുഹു മിനൻ നാസ്. ജനങ്ങളെല്ലാം കാണാതിരിക്കാൻ വേണ്ടി ഒരു മറ അവിടെ സ്ഥാപിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവനെ വിചാരണ ചെയ്യുന്നത് അങ്ങനെയാണ്. മുഅ്മിനിനോട് അല്ലാഹു തആല വിചാരണ ചെയ്യുന്നത് അങ്ങനെയാണ്. ജനങ്ങളാരും കാണാതിരിക്കാനുള്ള ഒരു കൻഫ്, ഒരു മറ അവിടെ സ്ഥാപിച്ചിരിക്കുകയാണ്. ഫയഖൂലു ഐ അബ്ദി, എന്റെ അടിമ, തഅരിഫു ദംബ വകദാ വകദാ, നീ ദുനിയാവിൽ ഇന്ന തിന്മകളൊക്കെ ചെയ്തിട്ടില്ലേ, അതൊക്കെ നിനക്കറിയില്ലേ എന്ന് ചോദിക്കും. തഅരിഫു ദംബ കദാ വകദാ. فيقول نعم أي ربي حتى إذا قرره بذنوبي ورأى في نفسه أنه قد حلق. അവൻ അങ്ങനെ ഓരോ തിന്മകളും ഇങ്ങനെ അംഗീകരിക്കും, അതെ റബ്ബേ ഞാനിത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവൻ അവിടെ വെച്ച് ഞാൻ നശിച്ചത് തന്നെ എന്ന് അവൻ മനസ്സിലാക്കുന്ന ഒരു ഘട്ടം വരുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് സംസാരിക്കും, ഫഇന്നി ഖദ് സതർതുഹാ അലൈക ഫിദ്ദുനിയ, ദുനിയാവിൽ ഞാൻ നിനക്കിത് രഹസ്യമാക്കി മറച്ചു എന്ന് ചെയ്തിട്ടുണ്ട്. നീ ആ തിന്മകൾ ചെയ്ത സമയത്ത് ഞാനിത് പരസ്യപ്പെടുത്തിയിട്ടില്ല, അത് മറച്ചു വെച്ചിട്ടുണ്ട്. വഖദ് ഗഫർതുഹാ ലകൽ യൗം, ഇന്നേ ദിവസം ഞാനിതാ നിനക്കിത് പുറത്തു തന്നിരിക്കുന്നു, അന്നും ആരും അറിയുന്നില്ല. സഹോദരങ്ങൾ, അല്ലാഹു അക്ബർ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്ത് എത്ര വലുതാണ്. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞ മറ്റൊരു കാര്യമാണിത്. ആർക്കെങ്കിലും രഹസ്യത്തിൽ തിന്മകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് പരസ്യപ്പെടുത്താൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനൊരു മറ ഇട്ട് തന്നത് അള്ളാഹുവിന്റെ റഹ്മത്താണ്, അള്ളാഹുവിന്റെ കാരുണ്യമാണ്. അതുകൊണ്ട് അവൻ അള്ളാഹുവിന്റെ ആത്മാർത്ഥമായി തൗബ ചെയ്യുക. പക്ഷെ നാളെ റബ്ബ് സുബ്ഹാനഹു വ തആല ഇത് പുറത്തു തന്നാലും ഇത് കൃത്യമായി അള്ളാഹു അറിഞ്ഞിട്ടുണ്ട് എന്ന് നിന്നെ അറിയിക്കുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രഹസ്യത്തിലും അതുപോലെ അല്ലാതെയും വന്നുപോയിട്ടുള്ള മുഴുവൻ പാപങ്ങളും അള്ളാഹു തആല പുറത്തു തരുമാറാകട്ടെ.